കൂടുതൽ വിവരങ്ങളുമായി സിജോ വർഗീസ് ചേരുന്നു. സിജോ, ഈ ചെറുപ്പക്കാരനുള്ള നീതി അട്ടിമറിക്കപ്പെട്ടത് ഏത് പോയിന്റിലാണ്? നിഷാദ്, ഓഗസ്റ്റ് 12-നാണ് ഈ ബാറ്ററി മോഷണ കുറ്റം ആരോപിച്ച് അമലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിന് കാരണമായി പോലീസ് പറയുന്നത് പോലീസ് ശേഖരിച്ച ചില CCTV ദൃശ്യങ്ങളാണ്. ആ CCTV ദൃശ്യങ്ങളിൽ ഒന്നിൽ അമൽ ബാറ്ററിയുമായി പോകുന്ന ഒരു ദൃശ്യമുണ്ട്. പക്ഷേ അത് അമൽ സ്വന്തം വീട്ടിലെ ബാറ്ററി നന്നാക്കാനായി പോയതാണ് എന്ന് പറയുകയും ചെയ്തു. ഇത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും പക്ഷേ ഈ ഒരു ഒറ്റ ദൃശ്യത്തെ ആധാരമാക്കി പോലീസ് അമലിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് വീട്ടിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ടു പോവുകയും അതിനിടയിൽ ജീപ്പിലിട്ട് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് അമൽ പോലീസിൽ പരാതി നൽകുന്നത്. പിന്നീട് പോലീസ് നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ അമൽ നിരപരാധിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഈ അമൽ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പോലീസിനും എല്ലാം പരാതി നൽകിയിരുന്നത്. പക്ഷേ ഈ പരാതിയിൽ മർദ്ദിച്ച ആളുകളുടെ പേരുവിവരങ്ങളടക്കം അല്ലെങ്കിൽ അത്തരം ആളുകൾക്കുള്ള സൂചനകൾ അടക്കം നൽകിയിട്ടും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. പോലീസ് കേസെടുക്കുകയോ ഒരു FIR ഇടുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അമൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥ പ്രതി ആരാണെന്നുള്ള കാര്യത്തിലേക്ക് കണ്ടെത്താനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സൂചനകൾ പോലും പോലീസ് ലഭിക്കുന്നില്ല. ആ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുമില്ല എന്നുള്ളതും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായി അമൽ ഉന്നയിക്കുകയും ചെയ്യുന്നു. നിലവിൽ ഈ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് അമൽ വിവരാവകാശം സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. പക്ഷേ സ്റ്റേഷനിനുള്ളിൽ നിന്ന് ഇവർ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ മറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടായി നൽകി അതിൽ നിന്ന് തടിയൂരാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുകയും ചെയ്യുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ ഇപ്പോഴും അമലിനെ അലട്ടുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസം ആശുപത്രിയിൽ പോകേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. വീട്ടിനുള്ളിൽ തന്നെ ആണ് നിലവിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു മർദ്ദനം ഏറ്റിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും പരാതിയുമായും അമൽ ഉന്നയിക്കുന്നത്. ശരി, സിജോ വിവരങ്ങൾ നൽകിയത്. പലയിടത്തുനിന്നായി പോലീസ് അതിക്രമത്തിന്റെയും നീതി നിഷേധത്തിന്റെയും കഥകൾ വരികയാണ്.